വയനാട്ടിലെ പാക്കം ട്രൈബൽ വില്ലേജിൽ നടന്ന നടുവിൽമുറ്റം ശ്രീ മലക്കാരി തിറ മഹോത്സവത്തിലെ കാഴ്ചകളിലൂടെയാണ് ഈ യാത്ര. മലക്കാരി തിറയ്ക്ക് ശേഷം കെട്ടിയാടിയ ഗുളികൻ തെയ്യമായിരുന്നു ഈ ഉത്സവത്തിലെ മറ്റൊരു പ്രധാന പരിപാടി. ഗുളികൻ തിറയെന്നും ഈ കലാരൂപം അറിയപ്പെടാറുണ്ട്. വളരെ പവർഫുള്ളായ ഒരു അനുഷ്ഠാന കലാരൂപമാണ് ഗുളികൻ തെയ്യം. വടക്കൻ മലബാറിലെ നാടോടി കഥകളനുസരിച്ച് മാർക്കണ്ഡേയ ചരിതം എന്ന ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് പരമശിവന്റെ ഇടതുകാലിലെ തള്ളവിരൽ പതിഞ്ഞിടത്തു നിന്നാണ് ഗുളികന്റെ ജനനം. ശിവന്റെ സേനാപതിമാരിൽ ഏറ്റവും ശക്തിയുള്ള സ്വരൂപമാണ് ഗുളികൻ. തെക്കൻ ഗുളികൻ, മരണഗുളികൻ, കിരാതഗുളികൻ, കാരഗുളികൻ എന്നിങ്ങനെ ഗുളികന് 101 തരം രൂപങ്ങളുണ്ടെന്നാണ് വിശ്വാസം. കവുങ്ങിന്റെ ഓലയും മുളയും കൊണ്ട് നിർമ്മിച്ച 20 അടിയോളം ഉയരം വരുന്ന മുടിയാണ് ഗുളികൻ തെയ്യക്കോലത്തിന്റെ ഏറ്റവും ആകർഷകമായ ഭാഗം. തൃശൂല രൂപം പതിപ്പിച്ച നെറ്റിയും വലിയ കണ്ണുകളും വിടർന്ന പല്ലുകളും ചിത്രീകരിച്ചതാണ് ഗുളികൻ തെയ്യത്തിന്റെ മുഖാവരണം. ചെണ്ടയുടെ താളത്തിനനുസരിച്ച് ചെറു ചുവടുകൾ വെച്ചും അഭ്യാസ പ്രകടനങ്ങൾ നടത്തിയുമാണ് ഗുളികൻ കെട്ടിയാടുന്നത്. തീയും തീപ്പന്തങ്ങളും കൊണ്ടുള്ള അഭ്യാസ പ്രകടനങ്ങളും ഗുളികൻ കാഴ്ചവയ്ക്കാറുണ്ട്. വയനാട് മാത്രമല്ല, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് കൂടുതലായും ഗുളികൻ കെട്ടിയാടാറുള്ളത്. കഷ്ടപ്പാടുകൾക്കും സങ്കടങ്ങൾക്കും അറുതി വരുത്താനും തടസ്സങ്ങൾ നീക്കാനും കൃഷിഭൂമിയിൽ നിന്ന് വിളവ് ലഭിക്കാനും തുടങ്ങി നിരവധി പ്രാർത്ഥനകളുമായി ഭക്തർ ഗുളികൻ തെയ്യം കെട്ടിയാടുന്ന കാവുകളിലേക്ക് ഇന്നും ഉറക്കമൊഴിച്ച് എത്തിക്കൊണ്ടിരിക്കുന്നു. ആയിക്കോട്ടെ